ഡയറക്ഷൻ ഇ-ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ സിലബസ് പ്രകാരം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന സെക്ഷനിലെ ചില പ്രധാന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ധ്രുപദ് is an old style of Hindustani singing traditionally performed by male singers. Second statement, Tappa music was adopted from medieval Persian music. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. Which of the following given statements is or are correct? Options: 1 only, 2 only, both 1 and 2, neither 1 nor 2. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായ ഉത്തരം, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണോ എന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ധ്രുപദ് is an old style of Hindustani singing traditionally performed by male singers. ആർട്ട് ആൻഡ് കൾച്ചറിലെ മ്യൂസിക് എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ ധ്രുപദ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, തപ്പ മ്യൂസിക് എന്താണെന്നും അറിഞ്ഞിരിക്കണം. ധ്രുപദ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ്. ട്രഡീഷണലി മെയിൽ സിംഗേഴ്സ് തന്നെയാണത് പെർഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ധ്രുപദ് is an old style of Hindustani singing traditionally performed by male singers. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തപ്പ മ്യൂസിക് വാസ് അഡോപ്റ്റഡ് ഫ്രം medieval Persian music. തപ്പ മ്യൂസിക് ഒറിജിനലി ഒരു ഇന്ത്യൻ സെമി ക്ലാസിക്കൽ വോക്കൽ മ്യൂസിക് ആണ്. പഞ്ചാബിലെ ക്യാമൽ റൈഡേഴ്സിൻ്റെ ഫോക്ക് സോങ് ആയിരുന്നു തപ്പ മ്യൂസിക്. അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു മ്യൂസിക്കൽ ഫോം അഥവാ സെമി ക്ലാസിക്കൽ വോക്കൽ മ്യൂസിക് ആണ് തപ്പ മ്യൂസിക് എന്ന് പറയുന്നത്. അത് പിന്നീട് മിയാൻ ഗുലാബ് നബിഷോരി എന്ന വ്യക്തി ക്ലാസിക്കൽ മ്യൂസിക് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. സോ തപ്പ മ്യൂസിക് വാസ് അഡോപ്റ്റഡ് ഫ്രം മെഡീവിയൽ പേർഷ്യൻ മ്യൂസിക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് 1 only. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. Next question, Khajuraho temples were built in. Options: Ancient India by Gupta rulers, Medieval India by Chandela rulers, the Iron Age by Pala rulers, the Age of Wanderers by Eastern Ganga dynasty. ആർട്ട് ആൻഡ് കൾച്ചറിലെ ടെമ്പിൾസ് എന്ന് വരുന്ന സെക്ഷനിൽ ടെമ്പിൾ ആർക്കിടെക്ചർ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷനാണ്. സോ ഖജുറാഹോ ടെമ്പിൾസ്, ഈ ടെമ്പിൾസ് AD 900-ലും 1130-ക്കും ഇടയിൽ ചന്ദേല റൂളേഴ്സാണ് പണി കഴിപ്പിച്ചത്. ഖജുറാഹോ ടെമ്പിൾസിനെ കുറിച്ച് 1022-ൽ അബു റിഹാൻ അൽ ബിറൂണി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 1335-ൽ അറബ് ട്രാവലറായ ഇബൻ ബത്തൂത്ത അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഖജുറാഹോ ടെമ്പിൾസിനെ കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഖജുറാഹോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്. ഒരേ സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത് ഒരേ സമയത്ത് പണി കഴിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്. രണ്ട് റിലീജിയൻ ആയിരുന്നു ഖജുറാഹോ ടെമ്പിൾസ് സമർപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ഹിന്ദുയിസവും മറ്റൊന്ന് ജൈന മതത്തിനും വേണ്ടിയായിരുന്നു സമർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു റിലീജിയസ് ഡൈവേഴ്സിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഖജുറാഹോ ടെമ്പിൾസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു മതത്തിനിടയിലും ജൈന മതത്തിനും ഇടയിലെ വ്യക്തികൾക്കും അവരോട് ഉള്ള ഒരു റെസ്പെക്റ്റോടു കൂടിയാണ് ഈ ടെമ്പിൾസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സോ ഖജുറാഹോ ടെമ്പിൾസ് ബിൽഡ് ചെയ്തത് മെഡീവിയൽ ഇന്ത്യയിലെ ചന്ദേല റൂളേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഓർ ക്രൈറ്റീരിയാസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ഫോർ എ ലാംഗ്വേജ് ടു ബിക്കം ക്ലാസിക്കൽ ലാംഗ്വേജ്. സോ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന സ്റ്റാറ്റസ് ഒരു ലാംഗ്വേജിന് കിട്ടണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ഓപ്ഷൻസ് ആർ, the statements are, the literary tradition be original and not borrowed from another speech community. Second, high antiquity of its early text or recorded history over a period of 1500 to 2000 years. A body of ancient literature or text which is considered a valuable heritage by generations of speakers.
കറക്റ്റ് ആൻസർ കോഡ് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻസ് ആർ 1, 2, 2, 3, 1, 3, 1, 2 and 3. So the first statement എന്ന് പറയുന്നത് the literary tradition be original and not borrowed from another speech community. അപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജിൻ്റെ സ്റ്റാറ്റസ് കിട്ടാൻ വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ്, അതായത് ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ട്രഡീഷൻ ആയിരിക്കണം, മറ്റ് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഒരു സമുദായത്തിൽ നിന്ന് ബോറോ ചെയ്യപ്പെട്ട ഒരു ലാംഗ്വേജ് ആയിരിക്കാൻ പാടില്ല. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. Now second statement, high antiquity of its early text or recorded history over a period of 1500 to 2000 years. ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 1500 മുതൽ 2000 ഇയേഴ്സിന് മേലെ പഴക്കം ചെന്ന ഒരു ഭാഷയായിരിക്കണം. അവർക്ക് അത്രയും വർഷം പഴക്കമുള്ള ആ ഭാഷയുടേതായ സ്വന്തമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ റെക്കോർഡഡ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ കറക്റ്റ്. The third statement, a body of ancient literature or text which is considered a valuable heritage by generations of speakers. ആ ഭാഷയ്ക്ക് അവരുടേതായ ലിറ്ററേച്ചറും ടെക്സ്റ്റും ഉണ്ടായിരിക്കണം. ആ ലിറ്ററേച്ചറും ടെക്സ്റ്റും ജനറേഷൻസോളം ഫോളോ ചെയ്ത് വരുന്ന ജനറേഷൻസ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരിക്കണം. And that statement is also correct because that statement too comes under the criteria to become a classical language. So മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. So the correct answer is option D, 1, 2 and 3. അടുത്ത question, consider the following statements. The temple complex is known as Khajuraho Vidarbha. The temples belongs to Nagara style of temple architecture. The temples belong to Shaiva, Vaishnava and Shakta faith. The above statements are associated with. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ലിംഗരാജ് ടെമ്പിൾ, ഓപ്ഷൻ ബി മഹാദേവ ടെമ്പിൾ, ഓപ്ഷൻ സി ത്രികുടേശ്വര ടെമ്പിൾ, ഓപ്ഷൻ ഡി മാർക്കണ്ഡേശ്വർ ടെമ്പിൾ. സോ ദ ടെമ്പിൾ കോംപ്ലക്സ് ഈസ് നോൺ ആസ് ഖജുറാഹോ ഓഫ് വിദർഭ. ഖജുറാഹോ ഓഫ് വിദർഭ എന്നറിയപ്പെടുന്ന ടെമ്പിൾ കോംപ്ലക്സ് ആണ് മാർക്കണ്ഡേശ്വർ ടെമ്പിൾ. മാർക്കണ്ഡേശ്വർ ടെമ്പിൾ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഗാഡ്ചിറോളി എന്ന സ്ഥലത്ത് വൈൻഗംഗ എന്ന നദിയുടെ തീരത്താണ് മാർക്കണ്ഡേശ്വര ടെമ്പിൾ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടെമ്പിൾസ് നാഗര സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആർക്കിടെക്ചറൽ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ ഒരു ഫോം ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് നാഗര സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ നാഗര സ്റ്റൈൽ ടെമ്പിൾ ആർക്കിടെക്ചർ കാണപ്പെടുന്നത്. സോ ഈ ടെമ്പിൾസും മാർക്കണ്ഡേശ്വര ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസും ചെയ്തിരിക്കുന്നത് നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറാണ്. ഈ ടെമ്പിൾസ് ശൈവ, വൈഷ്ണവ, ശക്ത വിശ്വാസികളുടെ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. സിമ്പിൾ പ്ലാനിലാണ് ചെയ്തിരിക്കുന്നത്. അർദ്ധമണ്ഡപ, മണ്ഡപ, ഗർഭഗൃഹ ഇതെല്ലാം ഒരുമിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് മാർക്കണ്ഡേശ്വര ടെമ്പിൾ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മാർക്കണ്ഡേശ്വര ടെമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, Lai Haroba is an earliest form of which of the following classical dance forms? Classical dance form വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലായ് ഹറോബ എന്ന് പറയുന്നത് ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മണിപ്പുരി, ഒഡീസി, കഥകളി, മോഹിനിയാട്ടം. സോ ലായ് ഹറോബ എന്ന് പറയുന്നത് മണിപ്പുരി ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. വളരെ പ്രാചീനമായൊരു ഡാൻസ് ഫോമാണ്. മണിപ്പൂരിലെ എല്ലാ ഡാൻസുകളുടെയും ബേസിസ് എന്നാണ് ലായ് ഹറോബെ അറിയപ്പെടുന്നത്. ലായ് ഹറോബയുടെ മീനിങ് എന്ന് പറയുന്നത് ദൈവങ്ങൾ ആഹ്ലാദിക്കുന്നു എന്നാണ് ലായ് ഹറോബ എന്ന ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് ദ 6 സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി? ആർട്ട് ആൻഡ് കൾച്ചറിലെ ഫിലോസഫി എന്ന ടോപ്പിക്കിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്.
Which one of the following pairs does not form part of the 6 systems of Indian philosophy? So, Indian philosophyക്ക് 6 സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ആർ മീമാംസ ആൻഡ് വേദാന്ത, ന്യായ ആൻഡ് വൈശേഷിക, ലോകായത ആൻഡ് കപാലിക, സാഖ്യ ആൻഡ് യോഗ. സോ ഇന്ത്യൻ ഫിലോസഫിയുടെ 6 സിസ്റ്റംസ് ആണ് വൈശേഷിക, ന്യായ, സാമഖ്യ, യോഗ, പൂർവമീമാംസ ആൻഡ് വേദാന്ത. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലോകായത, കപാലിക 6 സിസ്റ്റംസിൽ വരുന്ന ആൻസർ അല്ല. ഇന്ത്യൻ ഫിലോസഫിയുടെ 6 സിസ്റ്റംസിൽ വരുന്നതല്ല. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. So the next question is consider the following pairs. ക്ലാസിക്കൽ ഡാൻസും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സുമാണ് പെയർ ആയിട്ട് തന്നിട്ടുള്ളത്. സോ കറക്റ്റ് പെയർ ഏതാണെന്നാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സോ മോഹിനിയാട്ടം ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഗിവൺ ഇസ് ലാസ്യ ആസ്പെക്ട് ഇസ് ഡോമിനൻറ്റ്, മണിപ്പുരി തരംഗം, കുച്ചിപ്പുടി പങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഒഡീസി മൊബൈൽ സ്കൾപ്ചേഴ്സ്. സോ മോഹിനിയാട്ടത്തിൽ ലാസ്യ ആസ്പെക്ട് അല്ലെങ്കിൽ ലാസ്യ ആസ്പെക്ട് എന്ന് പറയുന്ന ആ ഡാൻസിൻ്റെ ബ്യൂട്ടി, ഗ്രേസ് അതാണ് ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. മെയിൻലി പെർഫോം ചെയ്യുന്നത് ഫീമെയിൽ ഡാൻസേഴ്സ് ആണ്. സോ ഫസ്റ്റ് പെയർ ഇസ് കറക്റ്റ്. മണിപ്പുരി ഡാൻസ് എന്ന് പറയുന്നത്, മണിപ്പുരി ഡാൻസിൽ പങ് എന്ന് പറയുന്ന ഡ്രം ആണ് പ്രധാന എലമെൻറ്റ്. മണിപ്പുരി ഡാൻസിൻ്റെ മ്യൂസിക്കിൽ ഫ്ലൂട്ടും കർത്ത, ഢോൾസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാന എലമെൻറ്റ് ഡ്രം, പങ് എന്ന് പറയുന്ന ഡ്രം ആണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ഒരു പോപ്പുലർ സോളോ എലമെൻ്റ് ആണ്. ഈ സോളോ എലമെൻറ്റിൽ മണ്ടൂക്ക് ശബ്ദമാണ് വളരെ ഫേമസ് ആയിട്ട് കുച്ചിപ്പുടിയിൽ കളിക്കുന്നത്. അതായത് ഒരു ഫ്രോഗിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു എലമെൻ്റ് ആണ്. തരംഗം എന്ന് പറയുന്നത് ഡാൻസർ ബ്രാസ് പ്ലേറ്റിൽ അവരുടെ കാലുകൾ വെച്ച് ഫീറ്റ് ഉപയോഗിച്ച് പിന്നെ വാട്ടർ പോട്ട്, തലയിലൊരു പോട്ട് ഓഫ് വാട്ടർ ബാലൻസ് ചെയ്തുകൊണ്ടാണ് തരംഗം ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഒഡീസി ഡാൻസ് എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു ഡാൻസ് ഫോമാണ്. അതിൻ്റെ ഗ്രേസ്ഫുൾനെസ്സിലും അതുപോലെ അതിൻ്റെ ബ്യൂട്ടിയിലുമൊക്കെ വളരെ യുണീക്കായിട്ടുള്ളൊരു ഡാൻസ് ഫോമാണ് ഒഡീസി ഡാൻസ് എന്ന് പറയുന്നത്. ഒരു ജോമെട്രിക്കൽ ഷേപ്പും പാറ്റേണും ഒക്കെ അവരുടെ ബോഡി ഉപയോഗിച്ച് ഈ ഡാൻസിലൂടെ അവർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒഡീസി ഡാൻസിനെ മൊബൈൽ സ്കൾപ്ചർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസേഴ്സ് ഈസ് ഓപ്ഷൻ 1 and pair 1 and pair 4. മോഹിനിയാട്ടം important as feature is lasya aspect is dominant and Odissi ke mobile sculptures is the important feature. So option C 1 and 4 are correctly matched. So the next question is match the following theatre forms with their state of origin. Theatre forms തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്സും തന്നിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലെ തിയേറ്റർ ഫോം ആണെന്നാണ് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. So theatre forms are Bhavai, Bhavana, Makh and the states given are Madhya Pradesh, Gujarat, Assam. So Bhavai perform ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ചിലും കത്തിയവാർ ഡിസ്ട്രിക്ട്സിലുമാണ്. സോ ഭവായി ഗുജറാത്തിലെ തിയേറ്റർ ഫോമാണ്. ഭാവന ആസാമിൽ പെർഫോം ചെയ്യുന്ന തിയേറ്റർ ഫോമാണ്. മാഖ് പെർഫോം ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, ഭവായി ഗുജറാത്ത്, ഭാവന ആസാം, മാഖ് മധ്യപ്രദേശ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ബി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.